ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജീവിതത്തിൽ നമുക്ക് മിത്രങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം അടങ്ങുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ ജീവിതത്തിൽ വഴക്കുകൾ ഉണ്ടാകാം, തർക്കങ്ങൾ ഉണ്ടാകാം, പല വ്യക്തികളോട് സ്നേഹങ്ങൾ ഉണ്ടാകാം, എല്ലാം ഇത് ജീവിതത്തിലുള്ളതാണ്. എന്നാൽ ഇത്തരം ആളുകളോട് ഒരിക്കലും കലഹിക്കരുതെന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഇത്തരം ആളുകളോട് കലഹിച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ നാശത്തിലാകുന്നു. ഇത് പറയുന്നത് ആചാര്യനായ ചാണക്യനാണ്. ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് അവന്റെ നല്ലതും ചീത്തയും സംബന്ധിച്ച് ശരിയായ അറിവുണ്ടെന്ന് ചാണക്യ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. തന്റെ ശോഭനമായ ഭാവിക്കായി പഠിക്കുകയും ലക്ഷ്യത്തിലെത്താൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ചിലപ്പോൾ അവൻ അറിയാതെ തന്നെ ചില തെറ്റുകൾ വരുത്തുന്നു. ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടിയും വരുന്നു. ചാണക്യൻ പറയുന്നു, ജീവിതത്തിൽ എല്ലാവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ ആണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ 4 തരം ആളുകളോട് കലഹിക്കരുതെന്നും പറയുന്നു. ആരൊക്കെയാണ് ഈ 4 തരം ആളുകൾ എന്ന് നോക്കാം. നമ്പർ 1, അധ്യാപകർ. എല്ലാവരുടെയും ജീവിതത്തിൽ ഗുരുവിന്റെ പങ്ക് വളരെ പ്രധാനമാണ്. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ മനസ്സിൽ നിന്നും അജ്ഞത അകറ്റി അറിവിന്റെ പ്രകാശം നിറയ്ക്കുന്നത് ഗുരു മാത്രമാണ്. ശരിയായ മാർഗനിർദ്ദേശം നൽകി എപ്പോഴും ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയാണ് ഗുരു. ഗുരുവില്ലാതെ നിങ്ങൾക്ക് ശരിയായ അറിവ് നേടാൻ കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഗുരുവിനോട് അനാവശ്യമായി തർക്കിച്ചാൽ അത് നിങ്ങളുടെ ഭാവിയെ മോശമായി ബാധിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. നമ്പർ 2, കുടുംബാംഗങ്ങൾ. ചാണക്യൻ തന്റെ ചാണക്യ നീതിയിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി തർക്കിക്കരുതെന്ന്. മോശ സമയം നേരിടുമ്പോഴോ എന്തെങ്കിലും സഹായം ആവശ്യമായി വരുമ്പോഴോ നിങ്ങളുടെ കുടുംബാംഗങ്ങളല്ലാതെ മറ്റാരും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകില്ല. പ്രിയപ്പെട്ടവരുമായി വഴക്കിട്ട് ഒരു വ്യക്തിക്ക് ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ലെന്ന് ചാണക്യൻ പറയുന്നു. നമ്പർ 3, വിഡ്ഢികൾ. ഒരു വ്യക്തിക്ക് ബുദ്ധി കുറവാണെങ്കിലോ അവരുടെ മനസ്സ് മറ്റുള്ളവരെ പോലെ പ്രവർത്തിക്കുന്നില്ലെങ്കിലോ അത്തരക്കാരുമായി ഒരിക്കലും വഴക്കുണ്ടാക്കരുത് എന്ന് ചാണക്യൻ പറയുന്നു. ഇത്തരക്കാരോട് തർക്കിക്കുകയോ വഴക്കിടുകയോ ചെയ്യുന്നത് നിങ്ങളുടെ സമയം പാഴാവുകയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. വിഡ്ഢിയായ ആൾ ആരുടെയും വാക്കുകൾ കേൾക്കുന്നില്ല. എപ്പോഴും സ്വന്തം വാക്കുകൾ പറയുകയും അത് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത്തരക്കാരിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇവരോട് വഴക്കുണ്ടാകുന്ന പകരം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സഹായങ്ങളോ ഒക്കെ ചെയ്തു കൊടുക്കാനാണ് ചാണക്യൻ പറയുന്നത്. നമ്പർ 4, സുഹൃത്തുക്കൾ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും അവനോടൊപ്പം നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി ഒരു സുഹൃത്താണെന്ന് പറയപ്പെടുന്നു. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാത്തരം രഹസ്യങ്ങളും അവൻ അറിയുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് തർക്കിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ സ്വന്തം രഹസ്യങ്ങൾ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സുഹൃത്തിനോട് വഴക്കിടുന്നത് ഒഴിവാക്കണമെന്ന് ചാണക്യൻ പറയുന്നു. ഒരു സുഹൃത്തിനെ കുറിച്ച് എന്തെങ്കിലും മോശമായി തോന്നിയാലും തർക്കങ്ങൾ ഒഴിവാക്കണം. ഒരിക്കലും നിങ്ങളുടെ സുഹൃത്തുക്കളെ ഉപേക്ഷിക്കരുത്. ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അന്ധമായി വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പങ്കാളിയെ നഷ്ടപ്പെടുന്നതിന് തുല്യമാണെന്ന് ചാണക്യൻ പറയുന്നു. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഈ 4 വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എത്രത്തോളം നമുക്ക് ഈ 4 വ്യക്തികൾ പ്രിയപ്പെട്ടവരാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ലൈഫ് ലോങ്ങിൽ നമ്മുടെ പാർട്ടായിട്ട് നിൽക്കുന്ന ഈ 4 തരം വ്യക്തികളുമായിട്ട് ഒരിക്കലും വഴക്കുണ്ടാക്കാൻ പാടില്ല എന്നാണ് ചാണക്യൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക. ഓരോ കാര്യങ്ങളും ഓരോ അറിവും നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഓരോ ബന്ധങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കുക. നല്ല നല്ല ബന്ധങ്ങളിലൂടെ തുടരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്